എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇൻ്റർവ്യൂ ആണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ചർച്ചാ വിഷയം. ഇൻ്റർവ്യൂസ്. റേഡിയോ ഇൻ്റർവ്യൂ മേ ബി ഓഫ് 3 kinds. 3 രീതിയിലാണ് റേഡിയോ ഇൻ്റർവ്യൂ സാധാരണഗതിയിൽ നടക്കാറ്. സ്റ്റുഡിയോ ഇൻ്റർവ്യൂസ്, പേരിൽ തന്നെയുണ്ട്, സ്റ്റുഡിയോയിൽ 2 പേരും ഇരുന്ന് ചർച്ച നടത്താം. സ്റ്റുഡിയോ ഇൻ്റർവ്യൂസ് ആർ ദോസ് ദാറ്റ് ആർ റെക്കോർഡഡ് ഇൻ ദ സ്റ്റുഡിയോ ആൻഡ് ആർ ഓഫൺ ഓഫ് ദി ഹയസ്റ്റ് ടെക്നിക്കൽ ക്വാളിറ്റി. ആസ് ദീസ് ആർ ഡൺ ഇൻ എ പ്ലാൻഡ് ആൻഡ് ഡെലിബറേറ്റ് മാനർ, they are well researched, they have a more formal feel to it or follow a well defined structure. കാരണം ചോദ്യം എന്ത് ചോദിക്കണം, എപ്പോൾ തൊട്ട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം, എത്ര സമയം നമുക്ക് ഇയാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരിക്കും. സ്പോട്ട് ഇൻ്റർവ്യൂസ്. സ്പോട്ട് ഇൻ്റർവ്യൂസ് ആർ ഷോർട്ട് ഇൻ്റർവ്യൂ that are meant to make a point or supply additional information. They are used in the context of a larger framework such as a news bulletin, opinion piece, etc. ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നിന്ന്, ലൈവ് കവറേജ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഒരു ആക്സിഡൻറ്റ് നടന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള സ്പോട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ തയ്യാറാക്കുന്ന ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട്, സംഭവം കണ്ട ദൃക്സാക്ഷികളുമായിട്ടൊക്കെയുള്ള ഇൻ്റർവ്യൂസാണ് സ്പോട്ട് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഫീൽഡ് ഇൻ്റർവ്യൂസ്. ഫീൽഡ് ഇൻ്റർവ്യൂസ് ആർ ദോസ് ദാറ്റ് ആർ കണ്ടക്റ്റഡ് ഔട്ട്സൈഡ് ദ സ്റ്റുഡിയോ. ദ ലെങ്ത് ഓഫ് ദിസ് മേ വാരി. ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് പ്രോക്സിമിറ്റി ടു ദ ന്യൂസ് ആൻഡ് ദി ഇൻവൈറ്റീസ് ആൻഡ് ദ ലിസണർ ടു വിസിറ്റ് ദ പ്ലേസ് ഓഫ് ന്യൂസ് ഇൻ ദെയർ മൈൻഡ്സ് ഐ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്ലാൻഡായിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് സ്റ്റുഡിയോയിൽ വന്നിട്ടല്ല റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് അത് ഷൂട്ട് ചെയ്യാനും അത് സംരക്ഷണം ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്ന് മാത്രം. 2-way or QA is a type of interview in which the reporter himself become the subject of an interview and answers questions posed by the newscaster or presenter or anchor. That is to say, the reports becomes the interviewee. This type of interview is especially used in radio news report, especially for breaking news, a running story, an issue where more news or development keep happening, example natural disaster, accident, etc. Use 2-way interview to bring in the latest update and to create a sense of urgency. During a 2-way, the reporter may be on the field reporting over the telephone or in the studio itself. The success of this kind of interview depends on the skill of the interviewer or presenter to ask pointed, sensible and intelligent questions, that of the reporter to present fact in a clear, concise manner. The reporter must be clear-headed, capable of thinking on his feet and ad-libbing. അപ്പോൾ ഇവിടെ 2 രീതിയിലുള്ള റിപ്പോർട്ടിംഗ് രീതികളുണ്ട്. ഒന്നാമത്തെ ഇൻ്റർവ്യൂ രീതി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുന്ന രീതി തന്നെയാണ്. അതും ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂവർ പോയിട്ട് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടാക്കി അതിനെ സബ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് പ്രസൻറ്റേഷനൊക്കെ സാധ്യമാണ്. അല്ലാത്ത പക്ഷം ഒരു അർജൻസി കേസിൽ ഒരു 2-way കമ്മ്യൂണിക്കേഷനിലൂടെ ഇൻ്റർവ്യൂ നടത്താറുണ്ട്. ചിലപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര പേരെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞു, ദുരന്തത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റി മീൻസ് ഞാൻ പറയുന്നത് എത്ര ബിൽഡിങ്ങുകൾ തകർന്നു, എത്ര പേർക്ക് പരിക്ക് പറ്റി, അങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനൊക്കെ പലപ്പോഴും
ഒരു ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ ചോദ്യം ചോദിക്കുന്ന സ്റ്റുഡിയോയിലിരിക്കുന്ന വ്യക്തി വളരെ പ്രിസൈസായി വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നല്ല പോയിൻറ്റ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇൻ്റർവ്യൂസ് മേ ബി ഫോർ 3 different purposes: to inform, to interpret and analyze fact or situation, to create an emotional reaction. 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഒരു റിപ്പോർട്ട് ഇൻ്റർവ്യൂ തയ്യാറാക്കുന്നത്. 1 ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, 2 ചില ഫാക്റ്റുകളെ വിശകലനം ചെയ്യാനും അതിനെ വിശകലനത്തിന് ശേഷം അവലോകനം ചെയ്യാനും വേണ്ടിയിട്ട്, ദെൻ ക്രിയേറ്റ് എ ഇമോഷണൽ റിയാക്ഷൻ. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന നിങ്ങളുടെ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചുള്ള മനോഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. പോയിൻറ്റേഴ്സ് പ്രിപ്പയറിംഗ്: റിസർച്ച് ദ സബ്ജക്റ്റ് thoroughly, get background. The interview should highlight that why of choosing the person for the interview. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിരിക്കുക. അതിനുശേഷം ഇൻ്റർവ്യൂവിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്തുകൊണ്ട് അയാളെ നിങ്ങൾ സെലക്ട് ചെയ്തു. ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പെക്യുലിയർ ഫീച്ചർ ഉണ്ടായിരിക്കണം. അതെന്താണെന്നും അത് ഇന്നത്തെ കാലത്ത് എന്ത് പ്രാധാന്യം അർഹിക്കുന്നു എന്നും പ്രേക്ഷകന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഡിസൈഡ് ഓൺ ദി ഫോക്കസ് ഓഫ് ദി ഇൻ്റർവ്യൂ. എന്തിലേക്കാണ് ഈ ഇൻ്റർവ്യൂ ഫോക്കസ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ആദ്യമേ തന്നെ തീരുമാനിക്കാൻ പറ്റണം. പ്രിപ്പയർ കീ ക്വസ്റ്റ്യൻസ്. ദ ഇൻ്റർവ്യൂ ഈസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി ഓഡിയൻസ്. ട്രൈ ടു തിങ്ക് ഓഫ് തിങ്സ് ദാറ്റ് ദേ വുഡ് വാണ്ട് ടു നോ അബൌട്ട് ദി ഇൻ്റർവ്യൂയിങ്. ഇൻ്റർവ്യൂ ചെയ്യപ്പെടാൻ പോകുന്ന ആളെക്കുറിച്ച് ജനങ്ങൾക്ക് എന്തറിയണം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമേ ഒരു ധാരണ ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമ്മളുടെ കീ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വയ്ക്കാൻ. കാരണം നമ്മളുടെ ചോദ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട ഉത്തരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടി വരുന്ന ആ ഒരു എസൻസ് കൊടുക്കാനായിട്ട് ഈ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന ആളെ കൊണ്ട് സാധിക്കണം. ഏരിയാസ് ദാറ്റ് ഷുഡ് ബി കവേർഡ്. അതാദ്യം കണ്ടെത്തിയിരിക്കണം. ഒരാൾ സിനിമയിൽ ബന്ധപ്പെട്ട ആളാണെങ്കിൽ അയാളുടെ സിനിമയുമായിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും കവറായി പോകും. അത് കഴിഞ്ഞാൽ അയാൾക്ക് വേറെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി കവർ ചെയ്ത് പോകണം എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്യണം. റിസർച്ച് കോൺട്രവേഴ്ഷ്യൽ ആംഗിൾ കോട്ട്സ്. അയാൾ പറഞ്ഞ വിവാദപരമായിട്ടുള്ള കോട്ടുകളോ അയാളുടെ നിലപാടുകളോ അയാളെടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണെങ്കിൽ അതിലേക്ക് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ താല്പര്യമാണ്. പ്രീ ഇൻ്റർവ്യൂ. ചൂസ് എ ക്വയറ്റ് ലൊക്കേഷൻ ടു റെക്കോർഡ് ദ ഇൻ്റർവ്യൂ. വോയിസ് ലെവൽ ഷുഡ് ബി ചെക്ക് എക്യുപ്മെൻറ്റ്. അത് ആദ്യമേ ഒരു പ്രിപ്പറേഷനാണ് പറയുന്നത്. നിങ്ങൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തുക. സ്റ്റുഡിയോയിലാണെങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നല്ല സ്ഥലം കണ്ടെത്തുക, അവിടെ വോയിസ് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക. ദെൻ ബാക്കി എക്യുപ്മെൻറ്റ്സ് ഒക്കെ പെർഫെക്റ്റ് അല്ലേ എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം തുടങ്ങുക. ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം: വെയർ ഹെഡ്ഫോൺസ് വൈൽ റെക്കോർഡിംഗ് അറ്റ് ദിസ് വിൽ give you a clear idea of what the finished interview will sound like. It helps you check the quality as the recording progress. നിങ്ങളെപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴെങ്കിലും ഒരു വോയിസ് ക്ലാരിറ്റി ബ്രേക്ക് ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ഹെഡ്ഫോണിൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മെയിൻ പരിപാടികളൊക്കെ കവർ ചെയ്യുന്ന ക്യാമറാമാൻ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ആ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ട് ആ ക്യാമറ റെക്കോർഡാകുമ്പോൾ കിട്ടുന്ന വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതാണെന്ന് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. മൈക്രോഫോൺസ് ഷുഡ് ബി കെയർഫുള്ളി പൊസിഷൻഡ് സോ ദാറ്റ് ദേ പിക്ക് അപ്പ് ദ സൗണ്ട് വെൽ ആൻഡ് ദേ ഷുഡ് നോട്ട് ബി മൂവ്ഡ് അബൌട്ട് അൺനെസസറിലി ആസ് ദ rustling sound may be picked up by the sensitive microphones. നിങ്ങളൊരു മൈക്രോഫോൺ സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ മൈക്രോഫോൺ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് വേണമെങ്കിൽ ഇതെൻ്റെ
കൈ മടക്കി വെച്ച് എൻ്റെ ഇതുമ്മ ക്ലിപ്പ് ചെയ്ത് വെക്കാം. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീൻസിൻ്റെയോ പാൻറ്റിൻ്റെയോ പോക്കറ്റ്സിൽ ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കാം. പക്ഷേ ഞാനത് ചെയ്യാതെ ഇവിടെ വെക്കുന്നതിൻ്റെ കാരണം എൻ്റെ വോയിസ് അത്രയും ക്ലാരിറ്റിയോട് കൂടി ഈ മൈക്കിലൂടെ കിട്ടി അത് ഈ വീഡിയോയിലേക്ക് മെർജ് ആവണം എന്നുള്ളൊരു താല്പര്യം എനിക്കുള്ളത് കൊണ്ടാണ്. അതേസമയം ഞാൻ എൻ്റെ കയ്യിൻ്റെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിൽ വരുന്ന ശബ്ദത്തിൻ്റെ മാറ്റവും ആ ഡിസ്റ്റൻസിലൂടെ കയറി വരുന്ന മറ്റു നോയ്സുകളും എൻ്റെ ശബ്ദത്തെ കുറയ്ക്കാനായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് മൈക്ക് എവിടെ വെക്കുന്നു എന്നുള്ളത് ഭയങ്കര പെർഫെക്റ്റായിട്ട് തീരുമാനിക്കണം. അതുപോലെ തന്നെ അൺനെസസറിലി അതിൻ്റെ മൂവ്മെൻറ്റ് ഷെയ്ക്ക് ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു മൈക്കുള്ളതെങ്കിൽ കോളർമ കുത്താം, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസിൻ്റെ ഇതിൽ കുത്താം. അതേസമയം മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഒരു മൈക്കല്ല, പല ചാനലുകളുടെയും മൈക്ക് ഉണ്ടാവും. അതാണ് അവർ മേശപ്പുറത്ത് ഇങ്ങനെ വരിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നൊരു സേഫ് ഡിസ്റ്റൻസ് മന്ത്രിമാർ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്താ കാരണം? അവർ അന്ന് 1972 ഈ കരാർ കൊണ്ടുവരുമ്പോൾ ഏത് ഗവൺമെൻറ് ആയിരുന്നു ഇവിടെ, അതിന്ന് നിങ്ങൾക്കാർക്കും ചോദിക്കാല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ മൈക്കുമ്മ കൈ തട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ മേശയ്ക്ക് ഇളക്കം തട്ടാനോ കാരണമാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഓൾവേസ് റെക്കോർഡ് മോർ ദാൻ യു നീഡ്. ദിസ് ഇൻക്ലൂഡ്സ് ആസ്കിംഗ് മോർ ക്വസ്റ്റ്യൻസ് ദാൻ യു മൈറ്റ് പോസിബിളി നീഡ്. ദിസ് വേ യു ക്യാൻ ലേറ്റർ എഡിറ്റ് ഔട്ട് വാട്ട് യു കൺസിഡർ അൺനെസസറി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രത്തോളം ആണോ അതിനേക്കാൾ ഒരല്പം കൂടി കൂടുതലായിട്ട് റെക്കോർഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനു വേണ്ടിയിട്ട് ഈ കൂടുതൽ റെക്കോർഡ് ചെയ്യുന്നത്? പിന്നീട് നിങ്ങളിതിൻ്റെ എഡിറ്റഡ് വേർഷനാണ് ഇടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പം തീരുമാനിക്കാം ഏത് വേണം, അല്ലെങ്കിൽ ഇതും കൂടി കൂട്ടിച്ചേർത്താൽ ടൈം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വല്ലാണ്ട് ചെറുതായി പോവും, അല്ലെങ്കിൽ വല്ലാണ്ട് കൂടുതലായി പോവും. അപ്പോൾ കട്ട് ചെയ്ത് കളയാനൊക്കെ നിങ്ങൾക്കത് സഹായകരമാവും. The interviewer should be a good listener. He must be able to capitalize on the fact provided unexpectedly or the opinion of the subject and ask questions based on it. This will make the interview more interesting and informal. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ആളായിരിക്കണം. അയാളെന്തെങ്കിലും പറയട്ടെ, ഞാനിത് റെക്കോർഡ് ചെയ്താൽ പോരെ, എന്നിട്ട് ഇപ്പോൾ എനിക്കെന്തൊരു ജോലി എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി ഇൻ്റർവ്യൂ ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ ഫാക്ട്സ് അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഒപ്പം ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള രീതിയിലേക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ ഇൻ്റർവ്യൂ നല്ലൊരു ഇൻ്റർവ്യൂ ആയിട്ട് മാറില്ല. എൻഷുർ ദാറ്റ് ഇൻ്റർവ്യൂവി ഈസ് അറ്റ് ഈസ്. ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തി വളരെ കംഫർട്ടബിൾ സോണിലാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. ഇനി എങ്ങനെയാണ് ഡോക്യുമെൻ്ററീസ് റേഡിയോയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. They differ from the typical feature in many significant ways. Documentary are formal and normally investigative and issue or explore a subject comprehensively. They contain many of the elements present in a feature such as interviews, narration and focus on reality. It seeks to creatively provide information. It is expected to inform, to influence opinion and shape new point of the view. They may broadly take 4 different approaches. ഒരു ഡോക്യുമെൻ്ററിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ളതായിരിക്കണം ഡോക്യുമെൻ്ററി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ധാരണയോടുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് സാധാരണ ഡോക്യുമെൻ്ററീസ് എടുക്കാറുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡോക്യുമെൻ്ററിയിൽ 4 ഡിഫറെൻ്റ് അപ്രോച്ചുകളാണ് സാധാരണഗതിയിൽ കടന്നു വരാറ്. ഡയറക്റ്റ് അഡ്രസ്, ഇൻ വിച്ച് ദ നറേറ്റർ പ്ലേസ് എ pivotal role and introduce the listener to the topic. The narration determines the direction and depth and the narrator tells a story as an objective, subjective outsider.
നിങ്ങൾക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ നറേറ്റർ ആയിക്കൊണ്ട് ചെയ്യാം. നമ്മളിങ്ങനെ പറഞ്ഞു പോവില്ലേ, ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ തന്നെ ആദ്യം അഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമറായിട്ട് നമുക്ക് വേണമെങ്കിൽ മാറാം. ഇൻട്രാക്റ്റീവ് അപ്രോച്ച് ഇൻ വിച്ച് ദർ ഈസ് നോ നറേറ്റർ ആൻഡ് ദ സ്റ്റോറി അൺഫോൾഡ്സ് ആസ് ദി ക്യാരക്ടേഴ്സ് സ്പീക്ക്. രണ്ടാമത്തേത് ഇൻട്രാക്റ്റീവ് അപ്രോച്ചാണ്. അവിടെ ഒരാൾ നിന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവല്ല, അതിലുള്ള കഥാപാത്രങ്ങൾ അവരുടെ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫുൾ സ്റ്റോറി ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് നമുക്ക് കിട്ടും. വെറൈറ്റ് അപ്രോച്ച് റിസംബിൾസ് ദി ഫ്ലൈ ഓൺ ദി വാൾ മെത്തേഡ്. ഇൻ ദിസ് ദ ഡോക്യുമെൻ്ററി അൺഫോൾഡ്സ് ആസ് ഇവൻറ്റ്സ് ആൻഡ് സിറ്റുവേഷൻ പ്രസൻറ്റ് ദംസെൽവ്സ്. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഫ്ലൈ ഓൺ ദി വാൾ എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഈ മെത്തേഡിലൂടെ ഡോക്യുമെൻ്ററി തന്നെ പുറത്തു കൊണ്ടുവരും. ഏതൊക്കെ ഇവൻറ്റ്സും സിറ്റുവേഷൻസാണ് അതിനകത്ത് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സെൽഫ് റിഫ്ലെക്സീവ് അപ്രോച്ച് ദി ക്രിയേറ്റേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റിയാലിറ്റി ഈസ് റെപ്രസെൻറ്റഡ്. ഇവിടെ റിയാലിറ്റി നേരിട്ട് കാണിക്കുകയല്ല, ആ റിയാലിറ്റിയെ എങ്ങനെയാണോ ഇത് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ വിഷ്വലൈസ് ചെയ്ത ആൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്, ആ രീതിയിലേ അതവിടെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. എ ഗുഡ് ഡോക്യുമെൻ്ററി മസ്റ്റ് ഹാവ് എ ഗുഡ് ബിഗിനിങ്, എ സബ്സ്റ്റാൻഷ്യൽ ബോഡി ആൻഡ് എ ഗ്രിപ്പിംഗ് ഫിനിഷ്. ഇറ്റ് ഈസ് ഓൾസോ എക്സ്പെക്ട് ദ ലിസണേഴ്സ് ഫുൾ അറ്റൻഷൻ. തുടക്കം നന്നായിരിക്കണം, അതിൻ്റെ ബോഡി അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അതിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പോകാവുന്നതായിരിക്കണം, ആൻഡ് നല്ലൊരു സ്റ്റണ്ണിങ് ആൻഡ് ഗ്രിപ്പിംഗ് ഫിനിഷോട് കൂടിയിട്ട് അത് അവസാനിപ്പിക്കാനും പറ്റണം. ജനങ്ങളുടെ ഫുൾ അറ്റൻഷൻ ത്രൂ ഔട്ട് ഇതിൻ്റെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നല്ലൊരു ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഡ്രാമയാണ്. സാധാരണ നാടകങ്ങളുടെ ശബ്ദരേഖകളൊക്കെ റേഡിയോയിലൂടെ ഇഷ്ടം പോലെ സംരക്ഷണം ചെയ്യുന്നതാണ്. Drama on radio is a format that may be considered an art form. Radio dramas are those work of art that have been developed particularly for the audio medium. It uses voice, silence, background sound, music and sound of action to tell a story. Greatest advantage of radio drama is that the story can be set anywhere, as the radio merely relies on human imagination to transport the listener to different worlds. ഒരു റേഡിയോ സ്റ്റേഷനിലൂടെ ഡ്രാമ സ്റ്റേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കിവിടെ സൗണ്ട്, നിങ്ങളുടെ ഒരു സൈലൻസ്, ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന മ്യൂസിക് എല്ലാത്തിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ആ നാടകത്തെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെ വെച്ച് ഇത് ചെയ്യുന്നു എന്നുള്ളത് യാതൊരു വിധത്തിലും നിങ്ങളെ ബാധിക്കില്ല. കാരണം സ്റ്റേജിൻ്റെയോ അല്ലെങ്കിൽ ഒരു വീട് എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ഒരു സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. കാരണം വീട്ടിലേക്ക് കടന്നു വന്നു അല്ലെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷമാണ് ചർച്ച നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. വാക്കുകളിലൂടെ നിങ്ങൾക്കത് പറഞ്ഞു തരാനായിട്ട് പറ്റും. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ വിഷ്വലൈസേഷൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. റേഡിയോ ഡ്രാമ ഈസ് ടൈം കൺസ്യൂമിംഗ് ടു പ്രൊഡ്യൂസ്. ഇറ്റ് ഓൾസോ റിക്വയേഴ്സ് മെനി റിസോഴ്സസ് ടു മേക്ക് ഇറ്റ് ഇഫക്റ്റീവ്. The format is not very popular today. Radio drama require the kind of fixed, concentrated attention that today's listeners are not capable of giving. ഒരു നാടകം റേഡിയോയിലൂടെ സംരക്ഷണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ഒരുപാട് പേരുടെ എഫേർട്ടും ഒരുപാട് എക്യുപ്മെൻ്റൽ അസിസ്റ്റൻസും ആവശ്യമുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഫോർമാറ്റിലൂടെ നാടകം കേൾക്കുക എന്ന് പറയുന്നത് ഒരു കാലത്ത് വളരെ പോപ്പുലറായിരുന്നു. പക്ഷേ റേഡിയോ ഡ്രാമാസിന് വളരെ നീണ്ട ഒരു സമയം, അറ്റൻഷൻ ആവശ്യമായിട്ട് വരും. അത് ഇന്നത്തെ ആളുകൾക്ക് കൊടുക്കാനായിട്ട് താല്പര്യമില്ലാത്തത് ഇതിൻ്റെ ഒരു പ്രസക്തി കുറച്ചു കൊണ്ടുവരികയാണ്. സൗണ്ട് ഓർ അക്കൗസ്റ്റിക്സ്
plays a distinct role in radio drama as sound is used to transfer and make real the experiences that are being outlined in the story. Acoustics are created in the studio so that they resemble the real life sound. Example, aeroplane crashing, people running, horse chase, fights, etc. The using of live sound is not advisable as it comes out too loud in the record, or the medley of sound creates confusion. നമുക്ക് ചില ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ചില ശബ്ദങ്ങളെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് നാടകത്തിന് ഒരുപാട് സഹായിക്കും. ഇപ്പോൾ ഫൈറ്റ് സീക്വൻസിൽ വാളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം, അതുപോലെ തന്നെ വെടിവെക്കുന്ന ശബ്ദം, എയറോപ്ലെയിൻ പറക്കുന്നത്, ഹെലികോപ്റ്റർ പറക്കുന്നതൊക്കെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യയുടെ സഹായം തേടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയലിസ്റ്റിക് സൗണ്ട് ഇവിടേക്ക് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ആവശ്യമായ അളവിനേക്കാൾ ഡെസിബലിനേക്കാൾ കൂടുതലായിരിക്കും കിട്ടുന്ന സൗണ്ടിൻ്റെ ഡെസിബൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരം സൗണ്ടുകൾ നമ്മൾ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. The strength of the voice of the character, loud, soft, faded voice, will tell the listener whether the character is near or far. When the voice is very faded and the sound comes from far away, the character is a distance away from where the scene is being set. But if the setting is in a house within the building, probably upstairs, the sound of a door opening, a brief intrusion of outside sounds, and the sounds of the door being banged closed gives the listener the impression that a character in the play has returned home. All this help in describing actually the space of the drama. വാതിൽ തുറക്കുന്നത്, വാതിലടയുന്നത്, ഫാൻ കറങ്ങുന്ന ഒച്ച, അല്ലെങ്കിൽ മറ്റ് സ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയാതെ തന്നെ നിങ്ങൾക്ക് പലതും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. വീട്ടിലേക്ക് എത്തുന്നു, ഇങ്ങനൊരു ശബ്ദം, സാധാരണഗതിയിൽ ഡോർ തുറക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്തായാലും ഡോർ തുറക്കുന്നൊരു ശബ്ദം, അതുപോലെ തന്നെ ഡോറിൽ മുട്ടുന്നൊരു ശബ്ദത്തിന് ഇങ്ങനൊരു ശബ്ദം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ശബ്ദങ്ങളുടെ സഹായം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ റേഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നാടകം ലൈവാക്കി മാറ്റാൻ, അല്ലെങ്കിൽ അത് ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. While recording for the drama, the placement of microphones must be physically tested out so that the producer director can achieve the desired sound effect. The writer also has to decide where to place the listener. മൈക്ക് എവിടെ വെക്കണമെന്ന് തീരുമാനിച്ചില്ലെങ്കിൽ, നിങ്ങൾ പഴയ നാടകങ്ങളൊക്കെ സ്കൂളുകളിലൊക്കെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. 2-3 വയേഴ്സിൽ മൈക്ക് ഇങ്ങനെ കെട്ടി ഞാത്തിയിട്ടിരിക്കും. എന്നിട്ട് നാടകത്തിൽ ഇപ്പോൾ 2 മൈക്കുള്ളുവെങ്കിൽ അടുത്തടുത്ത് നിന്ന് സംസാരിക്കുന്ന 2 പേരാണെങ്കിൽ അച്ഛനും മകനും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അച്ഛാ, എനിക്ക് 2500 രൂപ വേണം, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാനാണ്. ഫ്രണ്ടിൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം കേട്ടോ. എന്നിട്ട് ആളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ അച്ഛൻ ഇപ്പുറത്തുനിന്ന് കയറി വന്നു, മകനെ 2500 രൂപയുടെ സമ്മാനം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് ഞാൻ 1000 രൂപ തരാം. അച്ഛനും ഇങ്ങോട്ട് മാറിക്കും. ഇതാ മൈക്കിൽ ക്ലാരിറ്റിയിൽ വോയിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി വരും, ഇറങ്ങിക്കും, അടുത്ത ആൾ ആ സ്റ്റെപ്പ് കയറിക്കും, ഇറങ്ങിക്കും, ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ പൊസിഷനിൽ, ഇപ്പോൾ ചിലപ്പോൾ ഹൈറ്റ് കുറവുള്ള ആളായിരിക്കും, അയാൾ ഇങ്ങനെയൊന്ന് ഉയർന്നു നിന്നിട്ട് വേണ്ടി വരും ചിലപ്പോൾ പറയാനായിട്ട്. ഇതൊക്കെ കാണിക്കുന്നത് വോയിസിലൂടെ മാത്രം ആശയവിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. റേഡിയോ ഡ്രാമ യൂസ് ഷോർട്ട് സീൻസ്
to capture and retain the interest of the audience. Change of scene is highly frequent, and so is in change of location. The story moves forward on the basis of the conversation that the characters have with each other. പരമാവധി ഡിസ്റ്റൻസിലേക്കുള്ള സാഹചര്യത്തിൻ്റെ മാറ്റം കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യത്തേത് ഇന്ത്യയിലും രണ്ടാമത്തേത് അമേരിക്കയിലാണെങ്കിൽ ഓരോ സീൻ കഴിയുമ്പോൾ പറയേണ്ടി വരും അടുത്ത ഭാഗം അമേരിക്കയിൽ, ഇപ്പോൾ നാടകം ഇന്ത്യയിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം വിഷ്വലില്ലാത്ത കാരണം ഇത് ഇന്ത്യയാണ് അമേരിക്കയാണെന്നൊന്നും തിരിച്ചറിയിക്കാൻ പറ്റില്ല. പിന്നെയും ഓഫീസിലാണെന്നും വീട്ടിലാണെന്നും പൊതുസ്ഥലത്താണെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് പിന്നെയും എങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു വ്യത്യാസം വളരെയധികം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. The drama will have a clear beginning, middle and an end. It normally has one set of major characters and minor characters. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും നല്ലൊരു തുടക്കം, മധ്യഭാഗം, ഒടുക്കം, ഇത്രയും നാടകത്തിന് കൃത്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഡ്രാമ കുഡ് ബി സോപ്സ് ഓർ പ്ലേസ്. Play can even be as short as 3 minutes and are called mini plays or mini dramas. These are normally used to get a point across, to educate the audience, and the format is particularly useful for public service themes. ചില നാടകങ്ങൾ, ചില പ്ലേസ് ഉണ്ട് 3 മിനിറ്റ് കൊണ്ടോ 4 മിനിറ്റ് കൊണ്ടൊക്കെ ചില കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അതിനുള്ളൊരു ഉദാഹരണമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഗവൺമെൻറ് ഇറക്കിയിരുന്ന ഒരു നാടകത്തിൻ്റെ പോലത്തെ പരസ്യമുണ്ട്. എന്താ സുഷമേ, നിൻ്റെ മകൾ വിഷമിച്ചിരിക്കുന്നല്ലോ. എന്തു പറയാനാണ് സരോജിനി, എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ശൗചാലയമില്ല. അതിനാണോ നിൻ്റെ മകൾ ഇത്രയും വിഷമിക്കുന്നത്? ഇന്ദിരാഗാന്ധി ആവാസ് യോജന പ്രകാരം എല്ലാ വീടുകളിലും കൃത്യവും ശുദ്ധിയും ഉള്ള ശുചിമുറികൾ നിർമ്മിക്കുന്നതിന് ഗവൺമെൻറ് 50,000 രൂപ വരെ സബ്സിഡിയോടുകൂടി പണം നൽകുന്നുണ്ടല്ലോ. ഓഹോ, വളരെ വലിയ കാര്യം. ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ഇംഗിതം മനസ്സിലാക്കി പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഇന്ന് തന്നെ ലോണിന് അപേക്ഷിക്കാൻ പോവുകയാണ്. ഈ ലോണിന് അപേക്ഷിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സരോജിനി? നീ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. ഇന്ദിരാഗാന്ധി ആവാസ് യോജനയിൽ നിങ്ങൾ അംഗമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആവശ്യമായ രേഖകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതോടെ പരസ്യം കഴിയും. അവസാനം ഒരു ഇൻഫോർമേഷൻ വരും, പൊതുജന താല്പര്യാർത്ഥം ഭാരത സർക്കാർ. ഇത് ഇത്തരത്തിലുള്ള 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് വലിയ മെസ്സേജുകൾ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ചില പോളിസികൾ, ചില കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റേഡിയോ ഡ്രാമ comedies can be considered as a type of radio drama and are very popular. They could be situation comedies or sketch shows which are stand-up routines. Radio cartoons are also another type that is relatively new. They are set at the first clip, are action oriented and use cliches and stereotypes to drive point across. Over the top and the exaggerated and needed to use sound effects effectively. An example is X-Fools based on the American X-Files. ഇത് കാർട്ടൂൺസിനെയും അല്ലെങ്കിൽ കോമഡിയെ എങ്ങനെ റേഡിയോയിലൂടെ അവതരിപ്പിക്കാം എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് എക്സ്ഫൂൾസും അമേരിക്കൻ എക്സ്-ഫയൽസും ഒക്കെ. അവരുടെ കാർട്ടൂൺ സീരീസുകളാണ്. ഈ കാർട്ടൂൺ സീരീസുകളിലൂടെ ശബ്ദത്തെ ഉപയോഗിച്ചുകൊണ്ടും ചില സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ചില ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റീരിയോ ടൈപ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്
ജനങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന തരത്തിൽ തമാശ ക്രിയേറ്റ് ചെയ്യുന്ന രീതി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡ്രാമാറ്റിക് പ്ലേസ്, ഷോർട്ട് സ്റ്റോറീസ് ഓർ ഈവൻ നോവൽസ് ക്യാൻ ബിക്കം റേഡിയോ ഡ്രാമാസ്. ഇറ്റ് ഹാസ് ടു ബി അഡാപ്റ്റഡ് ആൻഡ് മോഡിഫൈഡ് ടു സ്യൂട്ട് ദ മീഡിയം. ഹൗഎവർ, also the original work should allow for frequent change of scenes, location, small cast and have immense scope for dialogues. ഏത് നാടകം ആയിട്ട് മാറാൻ ചെറുകഥയ്ക്കും ചില ഷോർട്ട് സ്റ്റോറീസിനൊക്കെ സാധിക്കുമെങ്കിലും അതിൻ്റെ ക്യാരക്ടേഴ്സും അതിൻ്റെ നാടകം നടക്കുന്ന ബാക്ക്ഗ്രൗണ്ടും വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ളതാണെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ. ഇനി മ്യൂസിക്കൽ പ്രോഗ്രാംസ്. മ്യൂസിക് ഇറ്റ് സെൽഫ് മേ ബി യൂസ്ഡ് ഇൻ ടു വേസ്: ടു എൻ്റർടൈൻ or with a purpose of to identify it with a certain program, to create individuality or as an production device in the form of the background score. രണ്ട് രീതിയിൽ മ്യൂസിക്കിന് ഉപയോഗിക്കും. ചില കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരാനും അല്ലെങ്കിൽ ചിലതിനെ ബന്ധപ്പെടുത്താനും ചില സമയങ്ങളിൽ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി 4 വരി പാട്ട് ആഡ് ചെയ്യുന്നതും കാണാറുണ്ട്. മ്യൂസിക് പ്രോഗ്രാംസ് പ്രൊവൈഡ് എ ഫോർമാറ്റ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി പോപ്പുലർ വിത്ത് ബോത്ത് ദി ഓഡിയൻസ് ആൻഡ് broadcasters. The audience prefers as it provides entertainment, while the broadcasters took on it as an easy and cheaper format. Songs may also be used as fillers to provide break between programs and disrupt the monotony of listening to the anchor. It is a welcome break after a heavier format such as discussion, news bulletin, interview, etc. പല സമയത്തും ചില ഫില്ലറുകളായിട്ട് പാട്ടുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു നല്ല പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ഉള്ള ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാട്ടിടുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനിടയിൽ ഒരു റിലാക്സേഷന് വേണ്ടി, ഇതിപ്പോൾ ഡ്രാമയാണെങ്കിൽ അതിനുള്ളിൽ പാട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ആ ഒരു സീരിയസ്നെസ്സിൽ നിന്ന് അല്പം ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനാണ്. ചിലപ്പോൾ ഇനി വരാൻ പോകുന്നത് അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീനുകളായിരിക്കും. അപ്പോൾ അതിന് മുമ്പുള്ളൊരു ഫ്രീനെസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സോങ് ആഡ് ചെയ്യുന്നത്. സ്റ്റേഷൻ ഓഫൺ ഹാവ് പ്യുവർ മ്യൂസിക് പ്രോഗ്രാം ഓർ മ്യൂസിക് ഫീച്ചേഴ്സ് വിത്ത് half-hour slot set apart for playing songs at regular intervals. These sort of programs normally have an announcer or radio jockey who introduces each song briefly. Example of a music feature could be a program like Top 20 Countdown. They make also create innovative programs that create moods, inspire nostalgia or radio sports dedicated to music of a particular decade. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മ്യൂസിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ആവശ്യമുള്ള മ്യൂസിക് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ബേസിക് ഇൻ്റർവെൽസിൽ ഒരു പാട്ട്, അത് കഴിഞ്ഞാൽ ഒരു പരസ്യം, വീണ്ടും പാട്ട്, അത് കഴിഞ്ഞാൽ ഒരു പരസ്യം, അങ്ങനെ ഒരു ബേസിക് ഇൻ്റർവെൽസിൽ പാട്ടുകൾ ഇട്ട് കൊടുക്കുന്ന പ്രോഗ്രാമുകളും കുറേ കാലമായിട്ട് നമ്മളുടെ റേഡിയോ സ്റ്റേഷനുകളിൽ നിലനിൽക്കുന്ന പ്രോഗ്രാമാണ്. റേഡിയോ ഓഫൺ ഹാസ് ഫോൺ ഇൻ പ്രോഗ്രാം വേർ ദ കോളർ ക്യാൻ കോൾ അപ്പ്, സ്പീക്ക് ടു ദ റേഡിയോ ജോക്കി ആൻഡ് റിക്വസ്റ്റ് എ സോങ്. Callers can dedicate songs as well. The kind of program where caller picks songs from a given selection is called jukebox. ചില ടി വി പ്രോഗ്രാമുകളിലും ഇപ്പോൾ റേഡിയോ സ്റ്റേഷനിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഫോൺ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള പാട്ട് പറയുക, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുക, അത് സെലക്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇന്ന് ധാരാളമുണ്ട്. Another kind of program that is music related or inspired are quizzes or question and answer program that are music based. The RJ plays a part of the song and asks the caller questions based on it. After the QA session, the song is played. അതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പാട്ടിൻ്റെ 4 വരി കേൾപ്പിക്കും, ഈ പാട്ട് ആര് പാടിയതാണ്, ഈ പാട്ടിന് ലിറിക്സ് എഴുതിയത് ആരാണ്, സംഗീതം ആരാണ്, ഇങ്ങനത്തെ കുറേ ചോദ്യോത്തരങ്ങൾ, അതിന് ചിലപ്പോൾ സമ്മാനങ്ങൾ, അല്ലെങ്കിൽ അതിന് പകരം ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് കൊടുക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
Broadcasters are conscious of the crowd that they are targeting. They often conduct surveys on that they are able to read audience demand for different kind of music and are equipped to play those kind of music. A playlist is compiled according to the demands and contains the songs that are played often by the station. അപ്പോൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഓഡിയൻസിനെ മനസ്സിലാക്കി ഓഡിയൻസിന് താല്പര്യമുണ്ടാകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ആഡ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യാനുമാണ് സാധാരണഗതിയിൽ റേഡിയോ സ്റ്റേഷൻസ് ആയാലും മറ്റ് മാധ്യമങ്ങളായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ടോപ്പിക്കാണ് റേഡിയോ ഡിസ്കഷൻസ്. അതും നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ന്യൂസ് അവേഴ്സിലൊക്കെ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന പോലത്തെ ഡിസ്കഷൻസും റേഡിയോയിലും സംഭവിക്കാറുണ്ട്. എങ്ങനെയാണ് റേഡിയോയിലൂടെ ഒരു ഡിസ്കഷൻ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് പറയാനായിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് എ ഫോർമാറ്റ് ദാറ്റ് ഇൻവോൾവ്സ് ആൻ ആങ്കർ ഓർ മോഡറേറ്റർ ആൻഡ് സെവറൽ പാർട്ടിസിപ്പൻസ്. The topic of the discussion may vary, but in general, it would be a topic that is current in nature and has significance to the public. It could be issue or event based or may be political. Lokpal bill or allegation of corruption against political leaders in Kerala, social like spreading of communicable disease during the monsoon, or based on sports, arts, literature, science, technology, etc. എന്തിനെ കുറിച്ച് വേണമെങ്കിലും ചർച്ച വരാം. ചിലപ്പോൾ ഒരു പുതിയ പോളിസിയെക്കുറിച്ച്, ചിലപ്പോൾ ഒരു പുതിയ ബില്ലിനെ കുറിച്ച്, ചില പൊളിറ്റിക്കൽ പാർട്ടികൾ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെക്കുറിച്ച്, സ്പോർട്സ്, ആർട്സ്, സിനിമ, വ്യവസായം, ഏത് മേഖലയെക്കുറിച്ചും ചർച്ചകൾക്ക് സാഹചര്യം ഉണ്ടാവാം. അത് ഓരോ റേഡിയോ സ്റ്റേഷൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ചർച്ചകളും വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. റേഡിയോ ഡിസ്കഷൻസ് ആർ പാക്കേജ്ഡ് ഇൻ മച്ച് ദ സെയിം way as any other signature programs with signature music, regular host and themes. A good radio discussion can be measured in terms of ability of the moderator to control and structure the discussion, his knowledge of the subject and his skill in directing the flow of the program. He must be impartial. നമ്മളെപ്പോഴും ഒരു റേഡിയോ ഡിസ്കഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതൊരു സിഗ്നേച്ചർ പ്രോഗ്രാം ആയിരിക്കണം. അതിനകത്ത് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരിക്കണം. ഒപ്പം തന്നെ ആ ഒരു റേഡിയോ പ്രോഗ്രാമിന്, ആ ഒരു ഡിസ്കഷനെ മുന്നോട്ട് നയിക്കാൻ മോഡറേറ്റർക്ക് സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ, അതിൽ പാർട്ടിസിപ്പൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും മോഡറേറ്റർ എപ്പോഴും ഇംപാർഷ്യൽ ആയിരിക്കണം. അദ്ദേഹത്തിനൊരു തീരുമാനമുണ്ട്, അതിലേക്ക് തന്നെ ഈ ചർച്ച കൊണ്ടെത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണെങ്കിൽ ചർച്ച നന്നാവില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. The persons who are invited to attend the discussion play a very important role. Participants have to be chosen carefully. They must be experts or persons who can speak authoritatively on the subjects. Each participant must be chosen to represent different aspect of the issue or topic. It is the duty to moderator to ensure that each participant is drawn out and given opportunity to speak. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്താൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വേരിയസ് ആംഗിളുകളിൽ നിന്നുള്ള ആൾക്കാരെ ആയിരിക്കണം നമ്മൾ ഈ ചർച്ചയ്ക്ക് ക്ഷണിക്കേണ്ടത്. ആ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന വ്യക്തിക്ക് ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് ആ ചർച്ചയിലൂടെ രേഖപ്പെടുത്താൻ കഴിയും എന്ന് തോന്നുന്ന വ്യക്തികളെ ആയിരിക്കണം നമ്മൾ ചർച്ചയ്ക്ക് ക്ഷണിക്കേണ്ടത്. അല്ലാതെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് വെറുതെ ചർച്ച നടത്തി അതിൽ നിന്നും ഒന്നും പുതിയതായിട്ട് കണ്ടെത്താനോ കേൾക്കാനോ കാണാനോ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിളിക്കുന്ന ആൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. രണ്ട്, അദ്ദേഹത്തിന് നന്നായിട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കേഴ്സ് നല്ല ആൾക്കാരാണെങ്കിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും തുല്യമായിട്ട് അവസരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഡിസ്കഷൻ്റെ മോഡറേറ്റർ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും കാണുന്നതാണ്, ഒരു BJP-കാരൻ, ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു CPM-കാരൻ, 3 പേരെയും ചർച്ചയ്ക്ക് വിളിച്ചാൽ ചിലപ്പോൾ ഒരു 4ാമത്തെ ആളായിട്ടൊരു രാഷ്ട്രീയ നിരീക്ഷകനോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകൻ, സ്വതന്ത്ര സാമൂഹിക പ്രവർത്തകരോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അവരെന്നിട്ട് അല്ലെങ്കിൽ പത്രത്തിൽ നിന്ന് ജേർണലിസ്റ്റായിട്ടൊരാളുണ്ടായിരിക്കും. എന്നിട്ട് ഓരോരുത്തർക്കും ഓർഡർ വൈസ് ഇങ്ങനെ കൊടുക്കും. ആദ്യം CPM-ൻ്റെ ആൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ BJP-യുടെ ആൾ സംസാരിക്കുന്നു, അതിനുശേഷം കോൺഗ്രസിൻ്റെ ആൾ സംസാരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും അവരുടെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങളും അവർക്കുള്ള നിലപാടുകളും വ്യക്തമാക്കും. അത് കഴിഞ്ഞാൽ 2ാമത്തെ റൗണ്ടിൽ അവർക്കെതിരെ നിലപാടുകൾ ഉന്നയിച്ച വ്യക്തികൾക്ക് പറയാനുള്ളതിൻ്റെ ന്യായീകരണങ്ങൾ കേൾക്കും. എന്നിട്ട് വീണ്ടും എല്ലാവർക്കും സമയം കൊടുക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും തുല്യമായിട്ട് സമയം കിട്ടിയെന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക. The anchor moves from one participant to the next so that every member of the discussion get a chance to speak. As the discussion progresses, participants gain the freedom to agree with or deny a certain viewpoint. The moderator also steps to push discussion forward to inject new variation to the themes so that it remains interesting to the listener. The anchor is aware of the time limitation, so he controls the pace and restricts the time consumed by each speaker and to attempt control wayward participant. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും സമയം കൊടുത്തോ എന്നുള്ളത് നോക്കണം. ഒപ്പം തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ ചർച്ച വഴിതിരിഞ്ഞു പോവാതിരിക്കാൻ മോഡറേറ്റർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വല്ലാണ്ട് അങ്ങോട്ട് വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ലിസണേഴ്സിന് അത് കേൾക്കാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. കാരണം അവർ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ച കേൾക്കാനാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ അതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ വിഷയങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ലിസണേഴ്സിന് വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തും. The discussion ends with the anchor summing up the key points and sometimes arriving at certain conclusion. He also makes it a point to thank the participants for their time and for sharing their experiences or views. രണ്ടാമത് ഈ ഡിസ്കഷൻ നയിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യം അദ്ദേഹം എല്ലാവരും പറഞ്ഞ പോയിൻറ്റ്സിനെ ഒന്ന് ക്രോഡീകരിച്ച് അവസാനം ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പോയിൻറ്റ്സ് ഇതൊക്കെയാണെന്ന് ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം. ഒപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് വേണം ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇൻ്റർവ്യൂവിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. 3 ടൈപ്പ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. സ്റ്റുഡിയോ ഇൻ്റർവ്യൂ ഉണ്ട്, സ്പോട്ട് ഇൻ്റർവ്യൂ ഉണ്ട്, ഫീൽഡ് ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുൻപും ഇൻ്റർവ്യൂവിലും ശ്രദ്ധിക്കേണ്ട ഓരോ ഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെയും ഫീച്ചറിൻ്റെയും ഒരു അടുത്ത സ്റ്റേജാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. ഡോക്യുമെൻ്ററിയും 4 തരമുണ്ട്. ആ 4 തരത്തിലും അതെങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്തു. പിന്നെ അതിനുശേഷം റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് ഡ്രാമ എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രാമ നമുക്ക് ശരിക്കും ആക്ഷനിലൂടെയും സീയിങ് എന്ന എബിലിറ്റിയിലൂടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ വാക്കുകളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ജനങ്ങളുടെ മുൻപിൽ പിക്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. ആ ശ്രമകരമായിട്ടുള്ള ജോലി കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും ആ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എത്രത്തോളം നന്നായിട്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. പിന്നീട് ചർച്ച ചെയ്ത വിഷയം മ്യൂസിക്കൽ പ്രോഗ്രാംസ് ആണ്. പലതരത്തിലുള്ള മ്യൂസിക് പ്രോഗ്രാംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം, ജനങ്ങൾക്ക് ഇൻഫർമേഷൻ്റെ കൂടെ പാട്ടും കൂടി കൊടുക്കുന്ന, ഒപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ക്വിസ് കോമ്പറ്റീഷൻസിലൂടെ മുന്നോട്ട് പോകുന്ന പ്രോഗ്രാംസുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ലാസ്റ്റ് നമ്മൾ ചർച്ച ചെയ്തത് റേഡിയോ ഡിസ്കഷൻസിനെ കുറിച്ചിട്ടാണ്. ന്യൂസ് ചാനലുകളിലെ ചർച്ച പോലെ തന്നെയാണ് റേഡിയോ ഡിസ്കഷനും. ആളുകളെ കാണാൻ കഴിയില്ല എന്ന് മാത്രം, എങ്കിലും ചർച്ച വളരെ കാര്യക്ഷമമായിട്ടുള്ളത് നടക്കാറുണ്ട്. നമ്മൾ ചർച്ച നടത്തുന്ന ആൾ
എല്ലാവർക്കും സമയം കിട്ടിയെന്ന് ഉറപ്പുവരുത്താനും എല്ലാവർക്കും തുല്യ പ്രാധാന്യത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പറയാനും ഒപ്പം തന്നെ അവസാനം സമ്മപ്പ് ചെയ്യാനും എല്ലാവർക്കും നന്ദി പറയാനും അദ്ദേഹമാണ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു കാരണവശാലും അയാൾ പാർഷ്യൽ ആയിരിക്കരുത്, പ്യുവർലി ഇംപാർഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം മോഡറേറ്ററായിട്ട് ഇരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ റേഡിയോനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കറിയാത്ത പുതിയ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. എല്ലാം നിങ്ങൾക്ക് കേട്ടും കണ്ടും പരിചയിച്ച കാര്യങ്ങളാണ്. കുറേയൊക്കെ നമ്മൾ കഴിഞ്ഞ ജേർണലിസം ക്ലാസ്സുകളിൽ പഠിച്ചതുമാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ടി വി ആണ്. റേഡിയോ കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത ഇലക്ട്രോണിക് മീഡിയ ടെലിവിഷനാണ്. അപ്പോൾ ടെലിവിഷനെ കുറിച്ച് കാര്യക്ഷമമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഓൾറെഡി ടെലിവിഷൻ്റെ ലിമിറ്റേഷൻസ്, സ്കോപ്പ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ വീണ്ടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയും ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് അത് പഠിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.